സ്വിറ്റ്സർലാൻഡിലെ ആൽപ്സ് പർവ്വതനിരകളിൽ ജംഗ്ഫ്രോ റീജിയൻ്റെ താഴ്വരയിലുള്ള അതിസുന്ദരമായ ഒരു ഗ്രാമമാണ് ഗ്രിൻഡൽവാൾഡ്. സമുദ്രനിരപ്പിൽ നിന്നും 1000 അടി ഉയരെ ഈഗർ കൊടുമുടിയുടെ നോർത്ത് ഫേസിലായിട്ടാണ് ഈ താഴ്വര. സ്വിറ്റ്സർലാൻഡിലെ ബേൺ എന്ന കാന്റോണിൽ ഇന്റർലേക്കൻ ഒബർഹാസ്ലി എന്ന ജില്ലയിലാണ് ഈ ഗ്രാമം. ഗ്രിൻഡൽവാൾഡ് എന്ന ഈ ഗ്രാമം ഒരു മുനിസിപ്പാലിറ്റി കൂടിയാണ്. 171 സ്ക്വയർ കിലോമീറ്ററുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ ഗ്രാമത്തിൽ 4000-ൽ താഴെ മാത്രമാണ് ജനസംഖ്യ. ഞങ്ങൾ സന്ദർശിക്കുമ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ 8 ഡിഗ്രിയാണ്. നല്ല സുഖകരമായ തണുപ്പ്. ബസ്സിൽ നിന്നിറങ്ങിയാൽ ആദ്യം കാണുന്നത് ലക്ഷിണേ നദിയാണ്. നദിയുടെ തീരത്ത് നിന്നും മലഞ്ചെരുവിലേക്ക് നോക്കിയാൽ ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു വീടുകൾ. കുന്നിറങ്ങിപ്പോകുന്ന ട്രെയിൻ പോലും ഗ്രാമത്തിൻ്റെ അതേ നിറം. കുട്ടിക്കാലത്ത് തൂക്കണാങ്കുരുവികൾ കൂടുകൂട്ടുന്നത് കൗതുകത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. തൂക്കണാങ്കുരുവികളുടെ കൂടുകൾ മരങ്ങൾക്ക് ഒരു ഓർണമെൻ്റൽ ബ്യൂട്ടിയാണ് നൽകുന്നത്. ഒരുപക്ഷെ അതിനേക്കാൾ സൗന്ദര്യത്തോടെ ഇവിടെ നിർമ്മിച്ചിട്ടുള്ള മനുഷ്യനിർമ്മിതികൾ ഈ താഴ്വരയ്ക്കും ഒരു ഓർണമെൻ്റൽ ബ്യൂട്ടിയാണ് നൽകുന്നത്. ഒരു വീടൊന്ന് അടുത്ത് കാണാൻ മോഹം. ആൾക്കാരെ ആരെയും കാണുന്നില്ല. ഗ്രിൻഡൻ എന്ന ജർമ്മൻ പദത്തിൻ്റെ അർത്ഥം പാറ എന്നാണ്. വാൾഡ് എന്നാൽ ഫോറസ്റ്റും. പാറക്കെട്ടുകളും വനഭൂമിയും അടങ്ങിയ ഗ്രാമമായതുകൊണ്ടായിരിക്കാം ഇതിന് ഗ്രിൻഡൽവാൾഡ് എന്ന് പേര് വന്നത്. ലക്ഷിണ നദിയുടെ സംഗീതമാണ് മുന്നിലെങ്കിൽ ബാക്ക്ഡ്രോപ്പായി ബ്ലാക്ക് ഫോറസ്റ്റും മഞ്ഞു മൂടിയ ആൽപ്സ് പർവ്വതനിരകളും. വീടുകളും തെരുവുകളും എങ്ങനെ പരിപാലിക്കണമെന്ന് നമ്മൾ കണ്ടുപഠിക്കണം. ഒരിടത്തും ഒരു പാഴ്വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിട്ടില്ല. മരങ്ങൾ സൗന്ദര്യ മത്സരത്തിന് പങ്കെടുക്കാൻ നിൽക്കുന്ന പോലെയുണ്ട്. ഗ്രിൻഡൽവാൾഡിലെ ഈ മനോഹാരിതയിൽ ഒരു സ്വിസ് നാടൻ പാട്ട് കൂടി കേട്ടാൽ ആരായാലും അറിയാതെ ഒരു റീൽ ഷൂട്ട് ചെയ്തു പോവും. അത് കണ്ട ഇൻസ്പിറേഷൻ കിട്ടി ഓരോരുത്തരായി റീൽ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. യാത്രകൾ നമുക്ക് സമ്മാനിക്കുന്ന അനുഭവങ്ങളാണ്. അനുഭവങ്ങൾ പാഠങ്ങളും. ഗ്രിൻഡൽവാൾഡ് നമുക്ക് സമ്മാനിക്കുന്ന അനുഭവം പ്രകൃതിയുടെ സ്പന്ദനത്തോടൊപ്പമുള്ള ആവാസ വ്യവസ്ഥ നൽകുന്ന സുഖമാണ്. ഈ അനുഭവം നമുക്ക് നൽകുന്ന പാഠം പ്രകൃതിയുടെ സൗന്ദര്യത്തിന് പൂർണ്ണത വരത്തക്ക രീതിയിൽ എങ്ങനെ മനുഷ്യനിർമ്മിതികളാവാമെന്നും പ്രകൃതി നൽകുന്ന പരിശുദ്ധിയോടെ തന്നെ എങ്ങനെ അവയെ പരിപാലിക്കാമെന്നും. ജീവിതം ഒരു യാത്രയാണ്. ഞങ്ങളുടെ യാത്ര തുടരുന്നു.